അതുപോലെ തന്നെ ജലദൗർലഭ്യത്തിന്റെ കാര്യത്തില് നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് ധാരാളം മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആവശ്യത്തിന് ജലം ഇവിടെ ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത് ഈ കാലഘട്ടത്തിന്റെ വളരെ അനിവാര്യതയാണ്. അതുപോലെ തന്നെ കേരളത്തെ ബാധിച്ചിരിക്കുന്ന മുഖ്യ പ്രശ്നം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കേരള സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ്. ആ ടൂറിസം മേഖലയില് ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും കേരളത്തിന്റെയും കേരളീയരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുകയും സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും നിരവധി വികസന കർമ്മപരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടി സെക്രട്ടേറിയറ്റാണ് കേരളത്തെ പുതിയൊരു വികസന ചരിത്രത്തിലേക്ക് നയിക്കാൻ പോകുന്ന വികസന കൂട്ടായ്മയുടെ തീരുമാനമെടുത്തിട്ടുള്ളത്. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും കാർഷിക മേഖലയും ജനകീയ പ്രശ്നങ്ങളെ ലക്ഷ്യമാക്കി നിരവധി ജനകീയ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുമുള്ള കെ.എം. മാണി സാറും കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായി ജൈവ കൃഷി ഉൾപ്പെടെയുള്ള നിരവധി പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് സാറും സമൃദ്ധ കേരളം സംതൃപ്ത കേരളം പരിപാടിയുടെ മുഖ്യ പ്രവക്താക്കളാകുമ്പോൾ അത് കേരള സമൂഹത്തിന് ഏറ്റവും സ്വീകാര്യമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള പരിപാടികളാണ്. വിഷയങ്ങൾ പലതും ദേശീയാടിസ്ഥാനത്തിൽ പ്രാധാന്യമുള്ളതുമാണ്. ഇവയ്ക്ക് മുൻതൂക്കം കൊടുക്കണമെന്നാണ് നാം ആവശ്യപ്പെടുന്നത്. ഇവിടെ വികസന രേഖയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപമൊക്കെ ഉണ്ട്. എങ്കിലും ശരി, ഇതിലെ ഈ വിഷയങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും വിസ്തരിച്ച് പറയാവുന്നതാണ്. ആദ്യമായി നാം എടുക്കുന്നത് കാർഷിക ഭക്ഷ്യ സുരക്ഷ. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. കേരളത്തിലും സ്ഥിതി അതുതന്നെ. നമുക്കറിയാം, സവോളയ്ക്ക് വില വർദ്ധിച്ചപ്പോൾ വലിയ വിഷയമായി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി കൂടുന്നു, ക്യാബിനറ്റ് സെക്രട്ടറി ആലോചിക്കുന്നു. അടുത്ത കാലത്തെങ്ങും പാകിസ്ഥാനിൽ നിന്നൊരു സാധനം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതായി കേട്ടിട്ടില്ല. സവോള പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. അത്ര പ്രാധാന്യമുള്ള ഒന്നാണ് ഭക്ഷ്യവസ്തുക്കൾ ഒന്ന് മാത്രമായ കറികൾക്ക് ഉപയോഗിക്കുന്ന സവോളയ്ക്ക് വില വർദ്ധിച്ചപ്പോൾ, അല്ലെങ്കിൽ ഉൽപാദനത്തെ അതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ലഭ്യമാകുന്നു എന്ന് ഉറപ്പ് വേണം. പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ. അത് മാത്രം പോരല്ലോ, വ്യവസായത്തിന് ആവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ